പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം രാവിലെ 11 മണിക്ക് നടക്കും. നാളെ സാമ്പത്തിക സർവേ പാർലമെന്റിൽ വയ്ക്കും. ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ് ഇത്തവണ പൊതു ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം തുടരാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. PR സുനിൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. PR സുനിൽ, ഗുഡ് മോർണിംഗ്. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം വലിയ പ്രതീക്ഷ വെക്കണമോ ഫെബ്രുവരി 1 നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ബജറ്റിൽ? ഗുഡ് മോർണിംഗ്. 4 സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെയാണ് കേന്ദ്ര ബജറ്റ് വരാൻ പോകുന്നത്. ഉറപ്പായും ഈ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ തന്നെ വേണമെങ്കിൽ ഈ ബജറ്റിലെ വരാൻ പോകുന്ന പ്രഖ്യാപനങ്ങളെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഈ ബജറ്റ് ഏറെ പ്രധാനപ്പെട്ടതാകുന്നത് ആ ഒരു ഘടകം കൊണ്ട് കൂടിയാണ്. ഇന്ന് രാവിലെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും പാർലമെന്റിന്റെ 1 മാസത്തോളം നിൽക്കുന്ന ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. 2 ഘട്ടമായിട്ടാണ് ബജറ്റ് സമ്മേളനം ഇത്തവണ ചേരുന്നത്. ഇന്ന് ആരംഭിക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഈ മാസം 13-ാം തീയതി അവസാനിക്കും. പിന്നീട് മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയാണ് അടുത്ത ഘട്ടം നടക്കുക. ഈ 2 ഘട്ടങ്ങളിലായി നടക്കുന്ന 30 സിറ്റിംഗുകളിൽ തീർച്ചയായും പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്താനുള്ള സാധ്യതയും ഈ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ SIR-ലായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നത്. അതേസമയം ഈ സമ്മേളനത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ VBG റാംജി നിയമത്തിനെതിരായ വലിയ പ്രതിഷേധം ഉയർത്തും എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് സമ്മേളനവും വലിയ പ്രതിഷേധ കാഴ്ചയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഏതായാലും ഇത്തവണ പൊതുബജറ്റിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ പ്രധാനപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കും, ഒപ്പം തന്നെ സാമ്പത്തിക മേഖലയ്ക്ക് ഏത് തരത്തിലുള്ള ഊന്നലായിരിക്കും നൽകുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. സാമ്പത്തിക വളർച്ച 7% മുകളിലെത്തും എന്നാണ് RBI ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. അതേസമയം ലോകബാങ്ക് അത് 6.5%-നും 7%-നും ഇടയിലായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ധനക്കമ്മി പിടിച്ചു നിർത്താനാകും എന്നുകൂടി ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി പ്രതീക്ഷ വെക്കുന്നുണ്ട്. എത്ര ശതമാനം ധനക്കമ്മി പിടിച്ചു നിർത്താൻ ഈ ബജറ്റിൽ സാധിക്കും എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ സാമ്പത്തിക വർഷം ആദായ നികുതിയിൽ വലിയ ഇളവുകൾ നൽകിയതുകൊണ്ട് ഇത്തവണ ആദായ നികുതി ഇളവുകൾ കാര്യമായി നൽകാനുള്ള സാധ്യതയില്ല. അതേസമയം കോർപ്പറേറ്റ് ടാക്സിലടക്കം ചില ഇളവുകൾ നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വലിയ പദ്ധതികൾക്കൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന സാഹചര്യത്തിൽ. ഏതായാലും വലിയ ആകാംക്ഷയോടെയാണ് ബജറ്റിനെ രാജ്യം ഉറ്റുനോക്കുന്നത്. ബജറ്റിന്റെ ഒരു മാർഗരേഖ അല്ലെങ്കിൽ ഒരു സൂചന നൽകിക്കൊണ്ട് നാളെ സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ വയ്ക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റാണ് വരുന്ന ഞായറാഴ്ച 1-ാം തീയതി ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഞായറാഴ്ച ദിവസം രാജ്യത്ത് ബജറ്റ് അവതരണം നടക്കാൻ പോകുന്നത്. അതെ, PR സുനിലാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.